നമസ്കാരം. അപ്പോ നമ്മുടെ മീനുമാമിയെ കുറിച്ച് നിരന്തരം മിനിറ്റുകൾ കൊണ്ട് പല പല വോയിസുകൾ പുറത്തു വരുന്നുണ്ട്. അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പലരും വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ കോൺസുലേറ്റില്, അതായത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ സോഷ്യൽ വർക്കറായി പിന്നീട് സേവനം നടത്തുന്ന ഒരു സ്ത്രീയുടെ വോയിസ് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, മീനു ചേച്ചി ഈ പെൺഭാണികം മാത്രമല്ല, അതിന്റെ കൂടെ വിസ തട്ടിപ്പും കൂടി ഉണ്ട് എന്നുള്ള കേസാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി വിസ തട്ടിപ്പ് മാത്രമാണോ അതോ അവിടെ നിന്ന് വേറെ വല്ലതും ഉണ്ടോ എന്നും കൂടി അറിയത്തില്ല. അതായത് പല പെൺകുട്ടികളും ഇവിടെ നിന്ന് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് പല പെൺകുട്ടികളെയും വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോൾ അവരവിടെ ചെന്ന് കഷ്ടപ്പെടുകയും അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ്. അപ്പോ നമ്മൾ വിചാരിച്ച പുള്ളിയല്ല മീനു മുനീർ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളിലും ഈ പറഞ്ഞതുപോലുള്ള വോയിസുകൾ പുറത്തു വരുന്നതിന് ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഈ മീനു ചേച്ചിയെ കുറിച്ചും നമ്മുടെ മാമി കുറിച്ച് ഇങ്ങനെ വോയിസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ പുള്ളിയല്ല, ഇവളെ പിടിച്ചു കഴിഞ്ഞാൽ, ഇവളെ പോലീസ് പൊക്കി കഴിഞ്ഞാൽ അടപടലം ഇവള് തേയും. മിക്കവാറും ജയിലിൽ ഇടിഞ്ഞാൽ കൂടി വെളിയിൽ വരാത്തത്ര രീതിയിലുള്ള വകുപ്പുകളായിരിക്കാം ഈ പറയുന്ന മീനു ചേച്ചി മാമിക്ക് എതിരായിട്ട് ചാർത്താൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന കൊണകൊണ പറഞ്ഞ് ലാസ്റ്റ് സ്വയം കുഴി തോണ്ടിയ ഒരു അവസ്ഥയിലേക്കാണ് മീനു ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ മീനു മാമി വന്ന് എത്തപ്പെട്ടത്. നേരത്തെ എന്താണ് വാവട്ടൊക്കെ ചിരിച്ചല്ലോ, വിലങ്ങനെ ചിരിച്ചല്ലോ. ആ ചിരിച്ചതിലൊക്കെ മറുപടി ഉടനെ കിട്ടും. എന്തായാലും ആ വോയിസിനും കൂടി ഞാൻ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്ക്. നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദുബായിന്ന് കണ്ടിരുന്നു, മീറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടിരുന്നു. പിന്നെ അന്നൊരു ചെറിയ ലൈറ്റ് ഗിഫ്റ്റ് ഒക്കെ തന്നിരുന്നു. അപ്പൊ അതുകൊണ്ടൊരു ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ ഇന്നലെ മുതൽ നമ്പറിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതായത് ഈ അപവാദം പറഞ്ഞ ആ സ്ത്രീ എങ്ങനെയുള്ളതാണ് ഏതാണെന്നുള്ള എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാനിവിടെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സോഷ്യൽ വർക്കറാണ്. കുറേ ലേഡീസിനെ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരോട് ഇവിടെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലാണ്, മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു. അങ്ങനെ കുറേ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഈ ട്രാപ്പിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ട് അപ്പോഴാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നിൽ, അവളും കേരളത്തിൽ ഒരാണും ഉണ്ട്, അവനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങളെ ഇവിടെ നല്ല ജോലിയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുന്ന. എയർപോർട്ടിൽ ഇറങ്ങി അവരുടെ പാസ്പോർട്ട് വാങ്ങലാണ്. പിന്നെ ഈ ഗ്യാങ്ങിൻ്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധമാണുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിത് അരുണിനെ വിളിച്ചിട്ട് ന്യൂസ് കൊടുത്താലോന്ന് വിചാരിക്കുക. കാരണം ഈ ലേഡി, ഇങ്ങനത്തെ ലേഡി ഇപ്പം തുടങ്ങിയിരിക്കുക ഓരോരുത്തരാണ് അവളുടെ സ്വന്തം തെറ്റുകൾ, അവളാണ് ചെയ്യുന്ന തെറ്റുകൾ. ഇവൾക്ക് എന്തിൻ്റെ സോക്കേടാന്നറിയത്തില്ല. ഇപ്പോൾ ഓരോരുത്തരെ വലിച്ച് ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതൊന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ് അരുണിനോട്. ഞാൻ അരുണിനെ ഇപ്പം ഇത് ചെയ്തിരുന്നു, കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പം കാര്യങ്ങൾ മുഴുവനായിട്ടുള്ളത് സംസാരിക്കും. എന്തായാലും ഇതിനെതിരായിട്ട് നല്ലോണം പ്രവർത്തിക്കുക. കാരണം ഇങ്ങനെയുള്ളതിനെ ഒന്നും വളർത്താൻ പാടില്ല. എത്ര പേരുടെ കുടുംബമാണ് തകർക്കുന്നത് ആ ലേഡി. അവൾ കുറേ ഇംഗ്ലീഷ് ചവച്ച് ഇങ്ങോട്ടേക്ക് വിട്ട ആൾക്കാർ ഇതെല്ലാം കേട്ടങ്ങ് ഇതാകുമെന്നോ അവളുടെ ധാരണ.